ഹായ് മക്കളെ, വിങ്സ് അക്കാദമിയുടെ പുതിയൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഓണം എക്സാം ഒക്കെ കഴിഞ്ഞു. നമ്മള് നെക്സ്റ്റ് ക്രിസ്മസ് എക്സാമിലേക്ക് പഠിക്കാനായിട്ട് തുടങ്ങി അല്ലെ. അപ്പൊ നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് എന്ന ചാപ്റ്റർ ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ ആ ചാപ്റ്റർ ഒറ്റയടിക്ക് പഠിച്ചു തീർക്കാം. നമ്മളിപ്പോ പഠിച്ച ചാപ്റ്ററുകൾ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ചാപ്റ്റർ ആണ് ഇത്, ഈ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ അല്ലെ. നമ്മൾ എക്സാം എഴുതിയപ്പോ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ പഠിച്ചാൽ പോരാ, കുറച്ചും കൂടി ആപ്ലിക്കേഷൻ ലെവലിൽ നമ്മൾ പഠിക്കണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. അപ്പൊ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസും കൂടി നോക്കി പോകുന്നുണ്ട്. അപ്പൊ എല്ലാ മക്കളും നല്ല കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ഈ ഒരു ചാപ്റ്റർ പഠിക്കാം. അപ്പൊ നമുക്ക് വേഗം തുടങ്ങിയാലോ. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ ആണ് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ. അപ്പൊ നമുക്ക് നോക്കാം. നമുക്കറിയാം നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സാധനമാണ് ഇത്, ഈ മെറ്റൽ അല്ലെങ്കിൽ ലോഹങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ മെറ്റൽസിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്, അതുപോലെ തന്നെ നോൺ മെറ്റൽസിനും ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ രണ്ട് കാര്യങ്ങളെയും കൂടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ചാപ്റ്റർ തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്, എന്തൊക്കെയാണ് മെറ്റൽസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് നോൺ മെറ്റലിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, കുറച്ച് കാര്യങ്ങളും കൂടി പഠിച്ച ഈ ചാപ്റ്റർ സിമ്പിൾ ആയിട്ട് നമുക്ക് തീർക്കാനായിട്ട് പറ്റും. അപ്പൊ നമുക്ക് പെട്ടെന്ന് കിടക്കാം. നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് മെറ്റൽസിനെ, അതിന്റെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ, എല്ലാ മെറ്റീരിയൽസിനെയും അതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടി വെച്ചിട്ട്, ഭൗതികവും രാസപരവുമായിട്ടുള്ള സവിശേഷതകൾ വെച്ചിട്ട് നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കും. ഏതൊക്കെയാണെന്നറിയോ? മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ, അല്ലെങ്കിൽ ലോഹങ്ങളെന്നും അലോഹങ്ങളെന്നും. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റൽസിന്റെ അല്ലെങ്കിൽ ലോഹങ്ങളുടെ കുറച്ച് പ്രത്യേകതകളാണ്. നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത് നമുക്ക് കുറച്ച് പിക്ചേഴ്സ് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ മെറ്റൽസിനെ പറ്റിയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഒന്നാമത് സാധനം നോക്കിയേ, എന്താണിത്? ഹാമർ ആണ് അല്ലെ. നോക്കാം, അതിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഹാമർ ഉപയോഗിക്കുക? എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെട്ടാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും അല്ലെ. അപ്പൊ നമുക്കറിയാം ഈ ഒരു മെറ്റലിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു മെറ്റലിന്റെ എന്ത് പ്രോപ്പർട്ടിയായി യൂസ് ചെയ്യാം? അതിന്റെ ഒരു കാഠിന്യം അല്ലെങ്കിൽ ഹാർഡ്നെസ് ആണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാ ഇവിടെ യൂസ് ചെയ്യുന്നത് അല്ലെ. സോ ആ ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി എന്നുള്ള കേസിൽ നമുക്ക് എന്ത് എഴുതാം? ഹാർഡ്നെസ് എന്നുള്ള കാര്യം എഴുതാം. ഹാർഡ്നെസ്. ഓക്കെ, നെക്സ്റ്റ് വൺ രണ്ടാമത്തെ പിക്ചർ നോക്കാം. രണ്ടാമത്തെ പിക്ചറിൽ എന്തിനെ കുറിച്ചാണ് കാണിച്ചിരിക്കുന്നത്? ഒരു കുക്കിംഗ് വെസൽ അല്ലെ, കുക്കിംഗ് വെസൽ ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പോ നമുക്ക് സാധാരണ നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ കുക്ക് ചെയ്യാറുണ്ട്. ഈ കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പ്രോപ്പർട്ടിയാണ് അവിടെ യൂസ് ചെയ്യുക? എന്തുകൊണ്ടാണ് ഈ പാത്രത്തിലേക്ക് ഹീറ്റ് വരുമ്പോൾ ആ ഹീറ്റ് വന്നിട്ട് ആ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ആ ഒരു ആഹാരം എന്താ കുക്ക് ചെയ്ത് വരുന്നത് എങ്ങനെയാണ് അത് ചിന്തിച്ചിട്ടുണ്ടോ? ആ ഒരു പ്ലേറ്റിന് അല്ലെങ്കിൽ ആ ഒരു വെസലിന് ആ ഒരു ഹീറ്റിനെ അബ്സോർബ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് തെർമൽ കണ്ടക്ടിവിറ്റി. എന്താ വിളിക്കുക? തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പൊ നമുക്ക് ഒന്നാമത്തെ പ്രോപ്പർട്ടി ഇപ്പൊ തന്നെ കിട്ടിയില്ലേ? ലോഹങ്ങളുടെ അല്ലെങ്കിൽ മെറ്റൽസിന്റെ ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അത് കാഠിന്യമുള്ളവയാണ് അല്ലെങ്കിൽ ഹാർഡ് ആണ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ പ്രോപ്പർട്ടി, മെറ്റൽസിന്റെ രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് അതിന് തെർമൽ കണ്ടക്ടിവിറ്റി ഉണ്ട്, അല്ലെങ്കിൽ ഹീറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഹീറ്റിനെ കണ്ടക്ട് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. താപചാലകത എന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കുക. എന്താ ഇവിടെ കാണിച്ചിരിക്കുന്നത്? ഇലക്ട്രിസിറ്റീനെ കടത്തിവിടാണ് അല്ലെ, ഇലക്ട്രിസിറ്റീനെ കണ്ടക്ട് ചെയ്യാണ് അല്ലെ. സോ നമുക്ക് എന്ത് പറയാം? മൂന്നാമത്തെ കാര്യമായിട്ട് എന്ത് പറയാം? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറയാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉണ്ടെന്ന് പറയും. ഇനി നാലാമത്തെ പ്രോപ്പർട്ടി നോക്കാം. മെറ്റലിന്റെ നാലാമത്തെ പ്രോപ്പർട്ടി നോക്കുമ്പോൾ അവിടെ എന്താ നിങ്ങൾ കാണുന്നത്? ഒരു ജ്വല്ലറീസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അവിടെ എന്ത് പറയാം? ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി ആയിട്ട് ഷൈനിങ് പറയാം. അപ്പൊ മെറ്റലിന്റെ നാലാമത്തെ പ്രോപ്പർട്ടിയും കിട്ടി, ഷൈനിങ് എന്ന് കിട്ടി. ലാസ്റ്റ് ആണ് ഒരു പിക്ചർ നോക്കിയേ. എന്താ കാണിച്ചിരിക്കുന്നത്? ബെല്ലാണ് അല്ലെ, ബെൽ, മണിയാണ്. ഓക്കെ, അവിടെ നോക്കി കഴിയുമ്പോ
ആ ഒരു ബെല്ലിന് എന്തിനുള്ള കഴിവാവുള്ളേ, എന്ത് എബിലിറ്റി ആവുള്ളേ, അതിന് ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട് അല്ലെ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. അതിന് നമുക്ക് പറയാം, നമ്മൾ പുതിയതായിട്ടൊരു ടേം പഠിക്കാണ് മക്കളെ, സൊണോരിറ്റി. അത് എന്താണെന്നൊക്കെ ടീച്ചർ അടുത്ത സ്ലൈഡിൽ നമുക്ക് പറയാം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റ് ഇങ്ങനെ ആലോചിച്ച് വെക്കാം, മണികൾ അല്ലെങ്കിൽ ഈ ഒരു ബെല്ലിന് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു കഴിവിനെയാണ് എന്ത് വിളിക്കുക, സൊണോരിറ്റി എന്ന് വിളിക്കുക. അപ്പൊ 4 പ്രോപ്പർട്ടി നമ്മൾ ഇവിടെ നിന്ന് തന്നെ പഠിച്ചു. എന്തൊക്കെയാണ് ആ പ്രോപ്പർട്ടീസ്? മെറ്റൽസിന്റെ ജസ്റ്റ് ചെറിയ 4 പ്രോപ്പർട്ടീസ് ഇവിടെ നിന്ന് തന്നെ പഠിച്ചു. ഒന്നാമത്തത്, മെറ്റൽസ് എങ്ങനെയുള്ളവയാ, ഹാർഡാണ്, കാഠിന്യമുള്ളവയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ താപചാലകത എന്ന് പറയും. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ വൈദ്യുത ചാലകത എന്ന് പറയും. ആൻഡ് ഫോർത്ത് വൺ എന്താണ്, ഷൈനിങ് അല്ലെ, തിളക്കം. ആൻഡ് ഫിഫ്ത് വൺ എന്താണ്, സൊണോറിറ്റി അല്ലെങ്കിൽ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള കഴിവ്. ഓക്കെ അല്ലേ? അപ്പൊ ഇത്രയും കാര്യമാണ് നമ്മൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ജസ്റ്റ് മെറ്റൽസിന്റെ പ്രോപ്പർട്ടിയിൽ വരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ഇതിനൊക്കെ നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിശോധിക്കാം. ഓക്കെ, നമുക്കറിയാം നമ്മൾ എല്ലാവരും അലൂമിനിയം ഫോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ, അലൂമിനിയം ഫോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും. ഈ അലൂമിനിയം ഫോയിലൊക്കെ ഇങ്ങനെ തന്നെയാണോ ഇരിക്കുന്നത്? നമുക്ക് കിട്ടുമ്പോ തന്നെ വളരെ നേർത്ത തകിടായിട്ട് അല്ലെങ്കിൽ നേർത്ത ഷീറ്റ് ആയിട്ട്, തിൻ ഷീറ്റ് ആയിട്ടാണോ കിട്ടാം? അല്ല അല്ലെ, ഇതിനെ നമ്മള് അങ്ങനെ ആക്കി എടുക്കുന്നതാണ് അല്ലെ. അപ്പൊ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോ നമ്മൾ ആദ്യമായിട്ട് പഠിക്കാണ് മെറ്റൽസിന്റെ പ്രോപ്പർട്ടീനെ വിശദമായിട്ട് അങ്ങോട്ട് പഠിക്കാൻ പോവാണ്. അതിൽ ഒന്നാമത്തെ ആളാണ് ആര്, മാലിയബിലിറ്റി. ആരാണ്? മാലിയബിലിറ്റി. കേൾക്കാത്ത പേരുകളായിരിക്കും, അപ്പൊ ടീച്ചറുടെ കൂടെ പറഞ്ഞു പഠിക്കണം കേട്ടോ. ഓക്കെ, ഒന്നാമത്തെ പ്രോപ്പർട്ടിയാണ് മാലിയബിലിറ്റി. എന്താണെന്ന് നോക്കിയാലോ, നമുക്ക് നോക്കാം. Metals can be hammered and flattened into thin sheet. This characteristic property of metal is called malleability. നമുക്ക് മെറ്റൽസിനെ hammered and flattened, അടിച്ചു പരത്തി തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി, ആ മെറ്റലിന്റെ അല്ലെങ്കിൽ ലോഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാലിയബിലിറ്റി എന്ന് വിളിക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് അലൂമിനിയം ഫോയിൽ ഒക്കെ പറയാം അല്ലെ, വളരെ നേർത്ത തിൻ ഷീറ്റ് ആയിട്ട് നമുക്ക് മാറ്റാൻ പറ്റൂലേ. അപ്പൊ ആ ഒരു പ്രോപ്പർട്ടി ലോഹത്തിന്റെ എന്ത് പ്രോപ്പർട്ടിയാണ്, മാലിയബിലിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പൊ ഇത്രേ ഉള്ളൂ, അടിച്ചു പരത്തി തിൻ ഷീറ്റുകളാക്കി മാറ്റുന്ന ആ ഒരു പ്രോപ്പർട്ടി, ലോഹത്തിന്റെ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, മാലിയബിലിറ്റി എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെ അടിച്ചു പരത്തി തിൻ ഷീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്ന ലോഹം ഏതാണെന്നറിയോ, അല്ലെങ്കിൽ മെറ്റൽ ഏതാണെന്നറിയോ? അതാണ് മക്കളെ ഗോൾഡ്. ആരാണ്? ഗോൾഡ് ആണ്. ദ മോസ്റ്റ് മാലിയബിൾ മെറ്റൽ എന്ന് പറയുന്നത് ആരാ? ഗോൾഡ് ആണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്കൊരു എക്സാമ്പിൾസ് നോക്കാം. എന്തിലൊക്കെയാ? അലൂമിനിയം ഈസ് യൂസ്ഡ് ഫോർ മേക്കിംഗ് ഫോയിൽ ഫോർ ഫുഡ് പാക്കിംഗ്, ബ്ലിസ്റ്റർ കവർ ഓഫ് ടാബ്ലറ്റ്സ് എക്സെട്ര. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കാനായിട്ട് കാരണം എന്ത് യൂസ് ചെയ്തിട്ടാ? മെറ്റൽസിന്റെ മാലിയബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു പ്രോപ്പർട്ടി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഓക്കെ, സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം മാലിയബിലിറ്റി ഓഫ് മെറ്റൽസ് എവിടെയൊക്കെയാ യൂസ് ചെയ്യണേ നോക്കാം. ഒന്നാമത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? മേക്കിംഗ് റൂഫിംഗ് ഷീറ്റ്, മേൽക്കൂര ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഷീറ്റുകള്, അതുപോലെ ബിസ്ക്കറ്റ് ആൻഡ് സ്വീറ്റ് കവേഴ്സ്, മേക്കിംഗ് ഫോയിൽസ്, ഫുഡ് പാക്കിംഗ് എക്സെട്ര. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ മെറ്റലിന്റെ മാലിയബിലിറ്റി എന്ന പ്രോപ്പർട്ടിയാണ് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നേ. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നാമത്തെ പ്രോപ്പർട്ടി നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ പഠിച്ചില്ലേ? ഇത്രേ ഉള്ളൂ. സിമ്പിൾ ആയിട്ട് ഇങ്ങനെ പറയാം, മെറ്റൽസിനെ അടിച്ചു പരത്തി തിൻ ഷീറ്റുകളാക്കി മാറ്റാൻ പറ്റും. ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീനാണ് എന്ത് വിളിക്കുക, മാലിയബിലിറ്റി എന്ന് വിളിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് പ്രോപ്പർട്ടിയിലേക്ക് പോകാം. രണ്ടാമത്തെ പ്രോപ്പർട്ടിയാണ് ഡക്റ്റിലിറ്റി. എന്താണ് രണ്ടാമത്തെ പ്രോപ്പർട്ടി? ഡക്റ്റിലിറ്റി. ഇത്രേ ഉള്ളൂ. മാലിയബിലിറ്റി എന്ന് ചെറുതായിട്ടൊന്ന് മാറ്റി പറയാം. മാലിയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റൽസിനെ അടിച്ച് പരത്തണതല്ലേ? അങ്ങനെയാണെങ്കിൽ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെറ്റൽസിനെ വലിച്ചു നീട്ടി കുഞ്ഞു കുഞ്ഞു തിൻ വയറുകളാക്കി മാറ്റാൻ പറ്റും. എന്താക്കി മാറ്റാൻ പറ്റും? നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റും, അല്ലെങ്കിൽ തിൻ വയേഴ്സ് ആക്കി മാറ്റാൻ പറ്റും. ആ ഒരു ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? ഡക്റ്റിലിറ്റി എന്ന് വിളിക്കുക. അപ്പൊ ഇത്രേ ഉള്ളൂ. മാലിയബിലിറ്റിന്ന് ഓർത്ത് വെച്ചാൽ തന്നെ ഡക്റ്റിലിറ്റി കിട്ടും അല്ലെ? രണ്ടും മാറിപ്പോകരുത്. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ അടിച്ചു പരത്തുന്നതാണ്,
പക്ഷെ ഡക്റ്റിലിറ്റി എന്ന് പറഞ്ഞാൽ വലിച്ചു നീട്ടുന്നതാണ്. മെറ്റൽസ് ക്യാൻ ബി ഡ്രോൺ ഇൻ ടു തിൻ വയേഴ്സ്. ദിസ് പ്രോപ്പർട്ടി ഓഫ് മെറ്റൽ ഈസ് കോൾഡ് ഡക്റ്റിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കൂടിയ മെറ്റൽസ് ഏതൊക്കെയാണെന്ന് അറിയോ? ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കൂടിയ മെറ്റൽസ് ആണ് ഏതൊക്കെയാ? ഗോൾഡ് ആൻഡ് പ്ലാറ്റിനം. ആരൊക്കെയാണ്? ഗോൾഡും പ്ലാറ്റിനവും ആണ് ഏറ്റവും കൂടുതൽ ഡക്റ്റിലിറ്റി കൂടിയത്. അങ്ങനെയാണെങ്കിൽ ഓർമ്മയുണ്ടോ? മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരുന്നു? ഒന്ന് ഓർത്ത് നോക്കിയേ. മാലിയബിലിറ്റി ഏറ്റവും കൂടുതൽ ഗോൾഡിനാണ്, പക്ഷെ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാ? ഗോൾഡിനും പ്ലാറ്റിനത്തിനാണ്. അങ്ങനെയാണെങ്കിൽ ഡക്റ്റിലിറ്റി യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻ ഓർത്ത് നോക്കിയേ. നമ്മുടെ ഫിലമെന്റ് ബൾബുകളൊക്കെ ഇല്ലേ? ഈ ഫിലമെന്റ് ബൾബിൽ നമ്മൾ ടങ്സ്റ്റൺ യൂസ് ചെയ്യാറുണ്ട്. ആ ടങ്സ്റ്റൺ യൂസ് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാ? ഹൈലി ഡക്റ്റൈൽ ആയതുകൊണ്ടാണ്, നേർത്ത കമ്പികളാക്കി മാറ്റാൻ പറ്റുന്നത് കൊണ്ടാണ്. അപ്പൊ ഇന്ന് നമുക്ക് നോക്കാം ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ ഡക്റ്റിലിറ്റി യൂസ് ചെയ്യുന്നത്. നോക്കിയേ. മേക്കിംഗ് ഇലക്ട്രിക്കൽ വയേഴ്സ്, ഇലക്ട്രിക്കൽ വയറുകൾ യൂസ് ചെയ്യാൻ, അതുപോലെ മാനുഫാക്ചർ ഓഫ് ഫിലമെന്റ് ഇൻ ബൾബ്, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഹീറ്റിംഗ് കോയിൽ. ഹീറ്റിംഗ് കോയിലുകളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യാറുണ്ട്? ലോഹത്തിന്റെ ഡക്റ്റിലിറ്റി എന്ന പ്രോപ്പർട്ടി യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ രണ്ടെണ്ണം പഠിച്ചല്ലോ. എന്താണ് മാലിയബിലിറ്റി എന്ന് പഠിച്ചു, എന്താണ് ഡക്റ്റിലിറ്റി എന്ന് പഠിച്ചു. ഇനി നമുക്ക് മൂന്നാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് പോകാം. മൂന്നാമത്തെ പ്രോപ്പർട്ടി നോക്കി കുട്ടികളെ. മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ആ ഒരു പേരിൽ തന്നെ നമുക്ക് കാര്യം പിടികിട്ടിയില്ലേ? എന്തായിരിക്കും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുക അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിനെ കണ്ടക്ട് ചെയ്യുക. ആ ഒരു പ്രോപ്പർട്ടി തന്നെയാണ് എന്ത്? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട് അല്ലെ? നോക്കിയേ. ഇവിടെ ഒരു ബാറ്ററി ഉണ്ട്, അമ്മീറ്റർ ഉണ്ട്, ഒരു ബൾബ് വെച്ചിട്ടുണ്ട്. ഈ PQ എന്ന സ്ഥലത്ത് ഞാൻ ഓരോ സാധനങ്ങൾ ഇങ്ങനെ മാറ്റി പറയും. അപ്പൊ അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ? കണ്ടക്ട് ചെയ്ത ഉറപ്പായിട്ടും എന്ത് കത്തും? ബൾബ് കത്തും. കണ്ടക്ട് ചെയ്തില്ലെങ്കിലോ? ബൾബ് കത്തത്തില്ല അല്ലെ? അപ്പൊ ഞാൻ ഓരോ സാധനങ്ങൾ ഈ PQ ഭാഗത്ത് വെക്കാൻ പോവാന്ന് പറയാണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കുക, അവിടെ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യോ അല്ലെങ്കിൽ ബൾബ് കത്തോ? അങ്ങനെ ആലോചിക്കണം കേട്ടോ. അപ്പൊ നോക്കിക്കോ. ഒന്നാമത് ഞാനിവിടെ വെക്കാൻ പോകുന്നത് ഒരു പ്ലാസ്റ്റിക് ആണ്. എന്താ വെക്കാൻ പോവാ? ഒരു പ്ലാസ്റ്റിക് ആണ് ഞാൻ വെക്കാം. ഈ PQ എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ എന്ത് വെക്കാണ്? ഒരു പ്ലാസ്റ്റിക് വെക്കാണ്. ഈ ബൾബ് കത്തുവോ? ബൾബ് കത്തുവോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? എന്ന് ആലോചിച്ച് നോക്കിയേ. ബൾബ് കത്തൂല അല്ലെ? കാരണം എന്താണ്? കാരണം ഈ പ്ലാസ്റ്റിക് എന്ന് പറയുന്ന സാധനം എന്തല്ല? മെറ്റൽ അല്ല. അത് എന്ത് ചെയ്യൂല? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടൂല. സോ അവിടെ എന്ത് ചെയ്യൂല? ബൾബ് കത്തൂല അല്ലെ? ഗ്ലോ ചെയ്യൂല. ബൾബ് ഗ്ലോ ചെയ്യൂല. ഇനി രണ്ടാമതായിട്ട് ഞാൻ ഈ PQല് വെക്കാൻ പോകുന്ന സാധനം കോപ്പർ ആണ് കേട്ടോ. കോപ്പർ ആണ് വെക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്ന് പറഞ്ഞേ. ഈ PQല് ഞാൻ കോപ്പർ എടുത്ത് വെച്ചു. ബൾബ് കത്തോ ഇല്ലയോ? അല്ലെങ്കിൽ ബൾബ് ഗ്ലോ ചെയ്യോ? ആലോചിച്ച് നോക്കിയേ. കോപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഒരു മെറ്റൽ ആണ് അല്ലെ? മെറ്റൽ എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടും. സോ ഇലക്ട്രിസിറ്റിനെ കടത്തിവിട്ടാൽ നമ്മുടെ ബൾബ് എന്ത് ചെയ്യും? ഗ്ലോ ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ വെക്കുന്നത് ഒരു അലൂമിനിയം ആണെങ്കിൽ എന്ത് സംഭവിക്കും? ബൾബ് ഗ്ലോ ചെയ്യും. കാരണം എന്താണ്? ഇനി സിമ്പിൾ ആയിട്ട് നമുക്ക് ഓർക്കാലോ. എന്തുകൊണ്ടായിരിക്കും? അതൊരു മെറ്റൽ ആണ്. സോ മെറ്റൽ എന്ത് ചെയ്യൂടാ? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടും. സോ അവിടെ ബൾബ് ഗ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഒന്ന് വിശദമായിട്ട് നോക്കാം. നോക്കാം. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. All metals are electrical conductors. എല്ലാ മെറ്റൽസും എന്താണ്? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടും. അതിൽ യാതൊരു തർക്കമില്ല. എല്ലാ മെറ്റൽസും ഇലക്ട്രിസിറ്റിനെ കടത്തിവിടും. പക്ഷേ അവരെല്ലാവരും കടത്തിവിടുന്ന ആ ഒരു രീതി എന്ന് പറയുന്നത് സെയിം അല്ല. ചിലർ പെട്ടെന്ന്, ചിലർ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആയിരിക്കും, ചിലർക്ക് കുറച്ച് കുറവായിരിക്കും, ചിലർക്ക് ഭയങ്കര കുറവായിരിക്കും, അങ്ങനെയൊക്കെ ഉണ്ടാകും. എന്നാൽ പോലും എല്ലാ മെറ്റൽസും എന്ത് ചെയ്യും? ഇലക്ട്രിസിറ്റിനെ കടത്തിവിടും. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ളത് ആർക്കാണെന്ന് അറിയോ? ഏറ്റവും കൂടുതൽ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള ആളാണ് സിൽവർ. ആരാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലുള്ളത്? സിൽവറിനാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഏറ്റവും കൂടുതലുള്ളത്. അതിന് തൊട്ട് താഴെ നിൽക്കുന്ന ആളാണ് ആര്? കോപ്പർ. അതിനും തൊട്ട് താഴെയാണ് ഗോൾഡ് ആൻഡ് ദെൻ അലൂമിനിയം ആണ് വരുന്നത്. അപ്പൊ ഇത്രേ ഉള്ളൂ. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോൾ തന്നെ എന്താണെന്ന് മനസ്സിലാകും. ദാറ്റ് ഈസ് ഇലക്ട്രിസിറ്റിനെ കടത്തിവിടുന്നതാണ് അല്ലെ? അപ്പൊ ഇലക്ട്രിസിറ്റിനെ എല്ലാ മെറ്റൽസും എന്ത് ചെയ്യും? കടത്തിവിടും. സോ എല്ലാ മെറ്റൽസിനെയും നമുക്ക് എന്ത് വിളിക്കാം? ഇലക്ട്രിക്കൽ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കാം. എന്നാലും ഇവരുടെ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്തായിരിക്കും? കുറച്ച് ഡിഫറെന്റ് ആയിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഏറ്റവും നന്നായിട്ട് ദ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ സിൽവർ ആണ്. അതിന് തൊട്ട് താഴെ കോപ്പർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, അലൂമിനിയം ഉണ്ട്. ഇങ്ങനെയാണ് പോകുന്നത്. ഓക്കെ അല്ലേ?
അപ്പൊ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതിൽ നിന്ന് വരാൻ ചാൻസ് ഉള്ള ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ ലെവൽസ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് കൂടുതലായിട്ട് വരിക. അപ്പൊ നോക്കാം കേട്ടോ. നോക്കിയേ, വിച്ച് മെറ്റൽ ഈസ് യൂസ്ഡ് ഇൻ ഹൗസ് ഹോൾഡ് ഇലക്ട്രിക്കൽ വയറിംഗ്? ബിൽഡിങ്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വയറിംഗിന് യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാണെന്ന് അറിയോ? അറിയില്ലെങ്കിൽ ഇപ്പൊ പഠിച്ചോ. കോപ്പർ ആണ് ട്ടോ. ആരാണ്? കോപ്പർ ആണ്. കോപ്പർ ആണ് നമ്മൾ ബിൽഡിങ്ങിന്റെ ഇൻസൈഡിലൊക്കെ ഇലക്ട്രിക്കൽ വയറിങ്ങിന് യൂസ് ചെയ്യുന്ന മെറ്റൽ ഏതാടാ? കോപ്പർ ആണ്. കാരണം എന്തായിരിക്കും? നമ്മൾ പറഞ്ഞു ഏറ്റവും നല്ല കണ്ടക്ടർ സിൽവർ ആണ്. എന്നാ പിന്നെ സിൽവർ ചെയ്തൂടെ? അത്രയും ചെയ്യാനായിട്ട് എന്താണ്? സിൽവർ ഭയങ്കര കോസ്റ്റ്ലി ആണ് അല്ലെ? സിൽവർ ഭയങ്കര കോസ്റ്റ്ലി ആണ്. അതുകൊണ്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് കമ്പാരിറ്റീവ്ലി നല്ല കണ്ടക്ടർ ആയിട്ടുള്ള കോപ്പറിനെ തന്നെ നമ്മൾ യൂസ് ചെയ്യാൻ കാരണം എന്താണ്? സിൽവറിനേക്കാളും അതെന്താണ്? ചീപ്പർ ആണ്. സിൽവറിനേക്കാളും പൈസ കുറവാണ്, എക്സ്പെൻസ് കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാൻ കാരണം? കോപ്പർ യൂസ് ചെയ്യാനായിട്ട് കാരണം. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Why silver is not used to make electric lines for the public distribution of electricity? നമ്മൾ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിൽ ഏതാണ് യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മളിപ്പോ പഠിച്ചു ബിൽഡിങ്സിൽ ഇൻസൈഡ് ദ ബിൽഡിങ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? കോപ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇലക്ട്രിസിറ്റി നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? അല്ലെങ്കിൽ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസിൽ നമ്മൾ എന്താ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? ഏത് മെറ്റലാ യൂസ് ചെയ്യുന്നതെന്ന് അറിയോ? നമ്മൾ യൂസ് ചെയ്യുന്നത് അലൂമിനിയം ആണ് മക്കളെ. ഏതാ യൂസ് ചെയ്യുക? അലൂമിനിയം ആണ് യൂസ് ചെയ്യുക. കാരണം എന്താണ് നോക്കാം. സെയിം റീസൺ തന്നെയാണ്. സിൽവറും കോപ്പറും ഒക്കെ ആണെങ്കിൽ ഹൈ കോസ്റ്റ്ലി ആണ്. അപ്പൊ ഈ പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ലൈൻസ് കുറേയില്ലേ? അപ്പൊ നമുക്ക് എല്ലായിടത്തും അത് യൂസ് ചെയ്യാൻ പറ്റൂല. സോ നമ്മൾ അതിനേക്കാളും കുറച്ച് ഇതായിട്ട് നിൽക്കുന്ന ആര് യൂസ് ചെയ്യും? അലൂമിനിയത്തിനെ യൂസ് ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ ഇതാണ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നമ്മൾ ഫസ്റ്റ് പറഞ്ഞ കാര്യം തന്നെയാണ്. എന്താണ്? തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ താപചാലകത എന്ന് പറയും. ഇത്രേ ഉള്ളൂ. ഒരു സബ്സ്റ്റൻസിന് ഹീറ്റിനെ കടത്തിവിടാനുള്ള അല്ലെങ്കിൽ താപത്തെ കടത്തിവിടാനുള്ള ആ ഒരു കഴിവിനെയാണ് മക്കളെ എന്ത് വിളിക്കുക? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുക. അങ്ങനെയാണെങ്കിൽ മെറ്റൽസ് തെർമൽ കണ്ടക്ടേഴ്സ് ആണോ? എല്ലാ മെറ്റൽസും എന്താണ്? തെർമൽ കണ്ടക്ടേഴ്സ് ആണ്. പക്ഷെ അതിലും എന്തുണ്ട്? തെർമൽ കണ്ടക്ടിവിറ്റി ഡിഫറെന്റ് ആയിരിക്കും, വേരി ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റൽസ് ആർ യൂസ്ഡ് ഇൻ കുക്കിംഗ് വെസൽസ്. നമ്മുടെ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി എന്താ? മെറ്റൽസിന്റെ ആ ഒരു പ്രോപ്പർട്ടി എന്താ? ഈ ഒരു തെർമൽ കണ്ടക്ടിവിറ്റി ആണ്. ഓക്കെ, അതൊന്നൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാട്ടോ. അങ്ങനെയാണെങ്കിൽ ദ ബെസ്റ്റ് തെർമൽ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ കണ്ടക്ടർ ആരാടാ? സിൽവർ ആണ് ട്ടോ. ഏറ്റവും നല്ലോണം ഹീറ്റിനെ കടത്തിവിടുന്ന കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു മെറ്റൽ ആരാണ്? സിൽവർ ആണ്. അതുപോലെ അലൂമിനിയം, കോപ്പർ എക്സെട്ര ആർ ദ മെറ്റൽസ് വിത്ത് ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. അലൂമിനിയം ആയിക്കോട്ടെ, കോപ്പർ ആയിക്കോട്ടെ, ഇതിനൊക്കെ എന്തുണ്ട്? നല്ല തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയ മെറ്റൽസ് തന്നെയാണ് ഇവർ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മളിപ്പോ 4 എണ്ണം പറഞ്ഞില്ല. ഒന്നാമത്തത് എന്തായിരുന്നു? ഓർമ്മ കിട്ടുന്നുണ്ടോ? ഒന്നാമത്തെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. മാലിയബിലിറ്റി. രണ്ടാമത്തത് എന്താണ്? ഡക്റ്റിലിറ്റി. മൂന്നാമത്തത് എന്താ പഠിച്ചേ? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ആൻഡ് ഫോർത്ത് വൺ എന്താ പഠിച്ചേ? തെർമൽ കണ്ടക്ടിവിറ്റി. മാലിയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മെറ്റൽസിനെ അടിച്ച് പരത്തി തിൻ ഷീറ്റുകളാക്കി മാറ്റുന്നതാണ് എന്ത്? മാലിയബിലിറ്റി. ഏറ്റവും കൂടുതൽ മാലിയബിൾ ആയിട്ടുള്ള മെറ്റൽ ആണ് ആര്? ഗോൾഡ്. ഓക്കെ അല്ലേ? ഇനി രണ്ടാമത്തെ ആള് ഡക്റ്റിലിറ്റി. മെറ്റൽസിനെ വലിച്ചു നീട്ടി തിൻ വയറുകളാക്കി മാറ്റാൻ പറ്റും. അതാണ് എന്ത്? ഡക്റ്റിലിറ്റി. അങ്ങനെയാണെങ്കിൽ ഭയങ്കര ഡക്റ്റിലിറ്റി കൂടിയ മെറ്റൽസ് ആരൊക്കെയാ? ഗോൾഡും ഉണ്ട്, അതുപോലെ തന്നെ പ്ലാറ്റിനം ഉണ്ട്. ഓക്കെ അല്ലേ? ആൻഡ് തേർഡ് വൺ എന്തായിരുന്നു? ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കറിയാം ഇലക്ട്രിസിറ്റിനെ കടത്തിവിടാനുള്ള ഒരു കഴിവ്. ഏറ്റവും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടിയത് ആർക്കാണ്? സിൽവറിനാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് ഇപ്പൊ പഠിച്ചത് ആരാ? തെർമൽ കണ്ടക്ടിവിറ്റി. തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? താപത്തെ അല്ലെങ്കിൽ ഹീറ്റിനെ കടത്തിവിടാനുള്ള കഴിവാണ് എന്ത്? തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും തെർമൽ കണ്ടക്ടിവിറ്റി കൂടിയിട്ടുള്ള അല്ലെങ്കിൽ ബെസ്റ്റ് തെർമൽ കണ്ടക്ടർ എന്നറിയപ്പെടുന്ന ആരാണ്? നമ്മുടെ സിൽവർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ചാപ്റ്ററിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം, കുറച്ചും കൂടി ഉണ്ട്. വേഗം നോക്കാം. സൊണോറിറ്റി. നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നില്ലേ സൊണോറിറ്റി എന്താണൊന്നുമില്ല. മെറ്റൽസിനെ നമ്മൾ ഒരു ഹാർഡ് സബ്സ്റ്റൻസ് വെച്ചിട്ട് ഇടിക്കാം. മെറ്റൽസിന് നമ്മൾ എന്ത് ചെയ്യണം? ഹാർഡ് സബ്സ്റ്റൻസ് വെച്ച് ഇങ്ങനെ ഇടിക്കുമ്പോൾ അവിടെ എന്തുണ്ടാകൂടാ? ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും.
അതിന് എന്തുണ്ടാക്കാൻ പറ്റും? ഒരു ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് അല്ലെങ്കിൽ ഒരു പ്രത്യേക തരം സൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ ഒരു എബിലിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൊണോരിറ്റി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്കൂളുകളിലൊക്കെ നമുക്ക് മണി മുഴങ്ങുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റൂലേ? അപ്പൊ അവിടെ എന്ത് പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്? മെറ്റലിന്റെ സൊണോരിറ്റി എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് നമ്മൾ അവിടെയൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓർത്ത് വെച്ചാൽ മതി. സൊണോരിറ്റി എന്ന് പറയുമ്പോൾ തന്നെ സൗണ്ട് എന്ന് ആലോചിച്ചാൽ മതി. സൊണോരിറ്റി സൗണ്ട് എന്ന് ആലോചിക്കാം. അപ്പൊ ഇത്രേ ഉള്ളൂ. When metals are struck with hard material, they produces characteristic sound. This ability of metal is called sonority. ഹാർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? മെറ്റലിനെ അടിക്കുമ്പോൾ അവിടെ ഒരു ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് ഉണ്ടാക്കാനായിട്ടുള്ള ആ ഒരു എബിലിറ്റി, കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക മക്കളെ? സൊണോരിറ്റി എന്ന് വിളിക്കുക. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റൽ അല്ലെങ്കിൽ അലോഹങ്ങൾ സൊണോരിറ്റി ഉണ്ടാക്കുക, അപ്പൊ ഇങ്ങനെയുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കുക? ഇല്ല, അവര് യൂഷ്വലി നോട്ട് സൊണോറസ് ആയിരിക്കും കേട്ടോ. അവർക്ക് എന്തുണ്ടാക്കാൻ പറ്റൂല? ആ ഒരു സൗണ്ട് ഉണ്ടാക്കാനായിട്ട് പറ്റൂല. ഇനി നെക്സ്റ്റ് പ്രോപ്പർട്ടി വരുന്നതാണ് മെറ്റാലിക് ലസ്റ്റർ. എന്താണ് മെറ്റാലിക് ലസ്റ്റർ? നോക്കാം. നമുക്കറിയാം ഈ സോഡിയം, പൊട്ടാസ്യം ഇങ്ങനെയുള്ള ലോഹങ്ങളും ഉണ്ട്. അവര് കുറച്ച് സോഫ്റ്റ് മെറ്റലാണ്. നമ്മൾ അവരെ എടുത്തിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറച്ചു നേരം കഴിയുമ്പോൾ അവരുടെ ആ ഒരു ഷൈനി അപ്പിയറൻസ് അല്ലെങ്കിൽ ആ ഒരു തിളക്കം നമുക്ക് നഷ്ടപ്പെടുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? മെറ്റാലിക് ലസ്റ്റർ എന്ന് വിളിക്കുക. നോക്കാം കേട്ടോ ആ ഒരു അപ്പിയറൻസ്. നോക്കാം. ന്യൂലി കട്ട് ഓർ സ്ക്രബ്ഡ് സർഫേസ് ഓഫ് മെറ്റൽ ഷൈൻ. പുതിയതായിട്ട് നമ്മൾ കട്ട് ചെയ്തതോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരച്ചൊരച്ചൊരച്ച് എന്ത് ചെയ്യുക? തിളക്കം ഉണ്ടാക്കാനായിട്ട് പറ്റും. ആ ഒരു ഷൈനി അപ്പിയറൻസിനെയാണ് എന്ത് വിളിക്കുക? മെറ്റാലിക് ലസ്റ്റർ എന്ന് വിളിക്കുക. ഒന്നുകൂടി പറയാം. ന്യൂലി കട്ട് ഓർ സ്ക്രബ്ഡ് സർഫേസ് ഓഫ് മെറ്റൽ ഷൈൻസ്. ദിസ് ഷൈനി അപ്പിയറൻസ് ഓഫ് ദി സർഫേസ് ഓഫ് മെറ്റൽസ് ഈസ് നോൺ ആസ് മെറ്റാലിക് ലസ്റ്റർ. അങ്ങനെയാണെങ്കിൽ ഗോൾഡിന് എന്ത് കളറാണ് ഉള്ളത്? യെല്ലോ കളറാണ് അല്ലെ? അതുപോലെ കോപ്പറിന് എന്താ ഉള്ളത്? റെഡിഷ് ബ്രൗൺ കളറൊക്കെയാണ് ഉള്ളത്. ഇനി മെറ്റാലിക് ലസ്റ്റർ യൂസ് ചെയ്തിട്ട് നമ്മൾ ഒരുപാട് ഫീൽഡിൽ ഈ മെറ്റാലിക് ലസ്റ്റർ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഷൈനി അപ്പിയറൻസ് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. എവിടെയൊക്കെയാണ്? ഓർണമെന്റ്സ് മേക്കിംഗ്, ഓർണമെന്റ്സ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ, മേക്കിംഗ് മിറേഴ്സ്, അതുപോലെ തന്നെ മേക്കിംഗ് ഓഫ് ഷൈനി മെറ്റൽ ഫോയിൽസ് ഫോർ റാപ്പിംഗ് ആൻഡ് പാക്കിംഗ്. ഇതിനൊക്കെ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഈ മെറ്റാലിക് ലസ്റ്റർ എന്ന് പറയുന്ന മെറ്റലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ അതും കഴിഞ്ഞു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഹാർഡ്നെസ്. നമുക്കറിയാലോ മിക്ക മെറ്റൽസും എന്താണ്? ഹാർഡ് മെറ്റൽസ് ആണ് അല്ലെങ്കിൽ കാഠിന്യമുള്ളവയാണ്. എന്നാൽ ചില മെറ്റൽസ് എന്താണ്? കുറച്ച് സോഫ്റ്റ് മെറ്റൽസും ഉണ്ട്. ഓക്കെ, കൂടുതലും ഹാർഡ് മെറ്റൽസ് ആണ്, എങ്കിലും സോഫ്റ്റ് മെറ്റൽസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, എൻ എന്ന് പറയുന്നത് സോഡിയം ആണെന്ന് അറിയാൻ പറ്റൂല്ലേ? അപ്പൊ സോഡിയം, കെ ആരാണ്? പൊട്ടാസ്യം. ഇവരൊക്കെ എങ്ങനെയുള്ള മെറ്റൽസാ? സോഫ്റ്റ് മെറ്റൽസാ. എങ്ങനെയുള്ള മെറ്റൽസ് ആണ്? സോഫ്റ്റ് മെറ്റൽസ് ആണ്. അതുപോലെ അയൺ, കോപ്പർ, അലൂമിനിയം, അയൺ, കോപ്പർ, അലൂമിനിയം, ഗോൾഡ്, ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൂടുതലും ആര് തന്നെയാണ്? നമ്മുടെ ഹാർഡ് ആണ്. മെറ്റൽസ് കൂടുതലും ഹാർഡ് ആയിട്ടുള്ള മെറ്റൽസ് ആണുള്ളത്. എന്നാൽ എക്സെപ്ഷനിൽ കുറച്ച് സോഫ്റ്റ് മെറ്റൽസ് ഉണ്ട്. അവരാണ് ആരൊക്കെ? സോഡിയം, ലിഥിയം, പൊട്ടാസ്യം, ഇവരൊക്കെ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പൊ നമുക്ക് നെക്സ്റ്റിലേക്ക് പോവാം. ഹൈ മെൽറ്റിംഗ് പോയിന്റ്. നമ്മുടെ മെറ്റൽസിന് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്, അതിന് എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹൈ ബോയിലിംഗ് പോയിന്റ് ഉണ്ട്, നോക്കി വെക്കാം. ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, അതുപോലെ തന്നെ ഹൈ ഡെൻസിറ്റിയും ഉണ്ട്. ഇത്രയുമാണ് എന്തിൽ വരാം? നമ്മുടെ മെറ്റൽസ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിൽ വരാം. അപ്പൊ നമ്മൾ കുറച്ച് ക്യാരക്ടറിസ്റ്റിക് പ്രോപ്പർട്ടി അങ്ങനെ പറഞ്ഞു അല്ലെ? അപ്പൊ നമുക്ക് ഒന്നും കൂടി പറഞ്ഞു നോക്കാം. ഒന്നാമത്തത് മാലിയബിലിറ്റി. എന്റെ കൂടെ പറഞ്ഞു നോക്കാം കേട്ടോ. മാലിയബിലിറ്റി പഠിച്ചു, ഡക്റ്റിലിറ്റി പഠിച്ചു, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, മെറ്റാലിക് ലസ്റ്റർ, സൊണോരിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്, ഹൈ ബോയിലിംഗ് പോയിന്റ്, പിന്നെ ലാസ്റ്റ് വൺ എന്താ? ഹൈ ഡെൻസിറ്റി. ഇങ്ങനെ 9 ഹാർഡ്നെസ് ഉണ്ട് അല്ലെ? ഇപ്പൊ 10 പ്രോപ്പർട്ടീസ് ആണ് എന്തിൽ പഠിച്ചേ? മെറ്റൽസിൽ പഠിച്ചു. ക്ലിയർ അല്ലേ? അത് നന്നായിട്ട് പഠിച്ചു വെച്ചേക്കാം. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ള ടോപ്പിക് ആണ് നോൺ മെറ്റൽസ് അല്ലെങ്കിൽ അലോഹങ്ങൾ. നോക്കേ, നമ്മൾ മെറ്റൽസിന്റെ കുറെ പ്രോപ്പർട്ടി പഠിച്ചില്ലേ? ഇതിന്റെ ഒക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ആരുണ്ടാവുക? അലോഹങ്ങൾ ഉണ്ടാവുക. നോക്കാട്ടോ.
ജനറലി നോൺ മെറ്റൽസ് ആർ ലെസ് ഹാർഡ്. നമ്മൾ പറഞ്ഞു മെറ്റൽസ് മിക്കതും എങ്ങനെയാണ്, ഭയങ്കര ഹാർഡ് ഉള്ളവയാണെന്ന് പറഞ്ഞു, കാഠിന്യമുള്ളവയാണെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെയാണെങ്കിൽ നോൺ മെറ്റൽസ് എങ്ങനെയുള്ളവരാ, ലെസ് ഹാർഡ് ആണ്, കുറച്ച് ഹാർഡ്നെസ് കുറവാണ്, അല്ലെങ്കിൽ കുറച്ച് സോഫ്റ്റ് ആണ്. ദേ ഡു നോട്ട് ഷോ സൊണോറിറ്റി. അവർക്ക് എന്തുണ്ടാക്കൂല, ആ ഒരു ക്യാരക്ടറിസ്റ്റിക് സൗണ്ട് ഉണ്ടാക്കൂല, അപ്പൊ അവർക്ക് സൊണോറിറ്റി കുറവാണ്. ദേ ജനറലി ഡു നോട്ട് കണ്ടക്ട് ഹീറ്റ്. അവർ എന്ത് ചെയ്യൂല, ഹീറ്റിനെ കടത്തി വിടൂല. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരാളെയും കൂടി പറയാലോ, ഇലക്ട്രിസിറ്റിനും എന്ത് ചെയ്യൂല, കടത്തി വിടൂല. അതുപോലെ ലോവർ ഡെൻസിറ്റി ആണ്. നേരത്തെ നമ്മൾ മെറ്റലിൽ പറഞ്ഞത് എന്താ, ഹയർ ഡെൻസിറ്റി എന്നാ പറഞ്ഞു അല്ലെ. അപ്പൊ നോൺ മെറ്റൽ ആണെങ്കിൽ എന്തായിരിക്കും, ലോവർ ഡെൻസിറ്റി ആയിരിക്കും. ഇതൊക്കെയാണ് നോൺ മെറ്റലിന്റെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെ. അപ്പൊ മെറ്റൽ നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നോൺ മെറ്റൽ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് അതിനൊന്ന് ഓപ്പോസിറ്റ് ആയിട്ട് പറഞ്ഞാൽ മതി. അപ്പൊ നമ്മൾ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ്, റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ടുള്ള മെറ്റലിന്റെ അല്ലെങ്കിൽ ലോഹത്തിന്റെ റിയാക്ഷൻ അല്ലെങ്കിൽ രാസപ്രവർത്തനം നോക്കാം. ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാണ്, നമ്മുടെ മെറ്റല് അല്ലെങ്കിൽ ലോഹങ്ങള് അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ട് റിയാക്ട് ചെയ്യോ ഇല്ലയോ? എന്ത് തോന്നുന്നു, അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ട് റിയാക്ട് ചെയ്യോ ഇല്ലയോ? അതിനൊരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ ഒരു ഗോൾഡ് വെച്ചു, അതിന് എക്സാമ്പിൾ ആണെങ്കിൽ സോഡിയം വെക്കാം. സോഡിയം വെച്ചിട്ട് സോഡിയം ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ വെച്ചിക്കാം. സോഡിയം നമുക്ക് കത്തി കൊണ്ടൊക്കെ മുറിക്കാനായിട്ട് പറ്റും. കാരണം എന്താ, സോഡിയം എന്ന് പറയുന്നത് സോഫ്റ്റ് മെറ്റൽ ആണ് അല്ലെ. അപ്പൊ സോഡിയത്തെ നമ്മളിങ്ങനെ മുറിച്ച് വെച്ച് ഒരു ദിവസം കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കിക്കഴിഞ്ഞാല് സോഡിയം ആ മുറിച്ച് വെച്ച പോലെ നല്ല ഷൈനി തിളങ്ങിയിരിക്കുവോ? സോഡിയം എങ്ങനെ ഇരിക്കുന്ന അറിയോ, ഒരു കറുത്ത ഷെയ്ഡൊക്കെ വന്ന് അതിന്റെ ആ ഒരു തിളക്കമൊക്കെ ഫെയ്ഡ് ആയി പോയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് നോക്കാം, അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, ആ മെറ്റല് അറ്റ്മോസ്ഫിയറിക് എയറിനായിട്ട് റിയാക്ട് ചെയ്തോ ഇല്ലയോ നോക്കാം കേട്ടോ. മോസ്റ്റ് ഓഫ് ദ മെറ്റൽ റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ. അപ്പൊ എന്ത് സംഭവിക്കും, മോസ്റ്റ് ഓഫ് ദി മെറ്റൽ, ഭൂരിഭാഗം മെറ്റൽസും അല്ലെങ്കിൽ ഭൂരിഭാഗം ലോഹങ്ങളും എന്ത് ചെയ്യും മക്കളെ, അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ട് റിയാക്ട് ചെയ്യും. ഡ്യൂ ടു ദിസ്, ഇത് കാരണം their luster fade as keeping air, അവരുടെ ആ ഒരു ലസ്റ്റർ, ആ ഒരു തിളക്കം എന്ത് ചെയ്യും, ഫെയ്ഡ് ആയിട്ട് മാറും എയറിൽ. അതുകൊണ്ടല്ലേ സോഡിയം ഞാനിവിടെ വെച്ചു, പിറ്റേ ദിവസം ഞാൻ വന്ന് നോക്കിക്കഴിഞ്ഞാൽ സോഡിയം എങ്ങനെ ഇരിക്കും, ഒരു കറുത്ത അതിന്റെ ഷൈനി ഒക്കെ പോയിട്ടുണ്ടാവും. അപ്പൊ അതിന്റെ കാരണം എന്താണെന്ന് പിടികിട്ടി, അതെന്ത് ചെയ്തു, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ട് റിയാക്ട് ചെയ്തു. എന്താ ചെയ്തത്, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള എയറുമായിട്ട് റിയാക്ട് ചെയ്തു. നോക്കാം, some metals react with atmospheric air fastly. പെട്ടെന്ന് തന്നെ റിയാക്ട് ചെയ്യും. ആരൊക്കെയാ, അപ്പൊ ഞാൻ പറഞ്ഞ പോലെ സോഡിയം, പൊട്ടാസ്യം. ഇനി നോക്കേ, some of them react with air slowly or moderately. അങ്ങനെയാണെങ്കിൽ കുറച്ചൊക്കെ എന്ത് ചെയ്യും, പെട്ടെന്നൊന്നും ചെയ്യില്ല, പെട്ടെന്ന് അങ്ങോട്ട് റിയാക്ട് ചെയ്യൂല. അത് അലൂമിനിയം, കോപ്പർ, അയൺ ഇങ്ങനെയുള്ള ആൾക്കാർ എന്ത് ചെയ്യൂല, പെട്ടെന്ന് അറ്റ്മോസ്ഫിയറിനായിട്ട് റിയാക്ട് ചെയ്യൂല. ഇനി നമ്മുടെ കുറച്ച് ആൾക്കാരുണ്ട്, അവർ നിങ്ങൾ പഠിച്ചു വെക്കുക, ഗോൾഡ്, അതുപോലെ പ്ലാറ്റിനം, അതുപോലെ തന്നെ സിൽവർ. ആരൊക്കെയാണ്, ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ. ഇവർ എന്ത് ചെയ്യാത്തവരാണ്, നമ്മുടെ അറ്റ്മോസ്ഫിയറിക് എയറിനായിട്ട് റിയാക്ട് ചെയ്യാത്തവരാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവർ എന്തിനു ഉപയോഗിക്കാൻ കാരണം, നമ്മള് ഓർണമെന്റ്സ് അല്ലെ, ആഭരണങ്ങളൊക്കെ നിർമ്മിക്കാനായിട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ആൾക്കാർ ആരാ, ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ ആണ് അല്ലെ. അപ്പൊ എന്തുകൊണ്ടാണെന്നുള്ള ഒരു കാര്യം പിടികിട്ടിയില്ലേ, കാരണം ഇവരൊന്നും എന്ത് ചെയ്യൂല, അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യൂല, അത്ര പെട്ടെന്നൊന്നും റിയാക്ട് ചെയ്യൂല. അപ്പൊ പെട്ടെന്ന് റിയാക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവരാണ് സോഡിയം, പൊട്ടാസ്യം മുതലായവർ. അതുപോലെ കുറച്ച് അങ്ങോട്ട് റിയാക്ട് ചെയ്യുന്നവരുണ്ട്, അവരാണ് ആര്, അലൂമിനിയം, കോപ്പർ, അയൺ. ഇനി ഒട്ടും റിയാക്ട് ചെയ്യില്ല അല്ലെ, അറ്റ്മോസ്ഫിയറിക് എയർ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാലും നമ്മൾ വരൂല എന്ന് പറഞ്ഞിട്ട് ആരുണ്ട്, ഗോൾഡ്, പ്ലാറ്റിനം, സിൽവർ. ഇവരൊന്നും എന്ത് ചെയ്യൂല, അറ്റ്മോസ്ഫിയറിക് എയറിനായിട്ട് റിയാക്ട് ചെയ്യാത്തവരാണ്. നോക്കാം, platinum and gold have practically no reaction with atmospheric air. Okay അല്ലേ. Shining of newly cut sodium and potassium fade within minutes because they react to the air very fastly. അപ്പൊ പെട്ടെന്ന് നിറം മാറാണ് അല്ലെ, പെട്ടെന്ന് നിറം മാറി അല്ലെങ്കിൽ പെട്ടെന്ന് ആ ഒരു ഷൈനി നഷ്ടപ്പെട്ടു, നമുക്ക് പറയാനായിട്ട് പറ്റും ഇവരെന്ത് ചെയ്തു, അറ്റ്മോസ്ഫിയറിക് എയറിനായിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്തു എന്ന് പറയാം. അതാണ് റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാം, ബേണിംഗ് ഓഫ് മഗ്നീഷ്യം ഇൻ എയർ. നമ്മൾ മഗ്നീഷ്യത്തെ എടുത്തു, നമ്മൾ ടീച്ചർ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കാം, ഓരോ സ്റ്റെപ്പ് ആയിട്ട് മക്കൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പൊ സിംപ്ലി അത് ഓർത്തിരിക്കാനായിട്ട് പറ്റൂ കേട്ടോ. ബേണിംഗ് ഓഫ് മഗ്നീഷ്യം ഇൻ എയർ നോക്കിക്കോ.
നമ്മൾ ആദ്യം മഗ്നീഷ്യം റിബൺ എടുത്തു, ബേൺ ചെയ്തു. ഓക്കെ അല്ലേ? മഗ്നീഷ്യം റിബൺ എടുത്തു, ബേൺ ചെയ്തു. അതെന്താ ചെയ്യണേ നോക്കിയേ, അത് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യും. ഈ മഗ്നീഷ്യം എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്ത് ആരായിരിക്കും ഉണ്ടാവുക? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പറയാൻ പറ്റും. നോക്കിക്കോട്ടാ, മഗ്നീഷ്യം ആരുമായി റിയാക്ട് ചെയ്തു? ഓക്സിജനുമായി റിയാക്ട് ചെയ്തു. ആരുണ്ടാകും? പറയാൻ പറ്റുമല്ലോ, ആരുണ്ടാകും? MgO അല്ലെങ്കിൽ ആരുണ്ടാകും? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകും. പറയാൻ പറ്റൂലേ? അപ്പൊ ഇത്രേ ഉള്ളൂ. മഗ്നീഷ്യത്തെ നമ്മൾ ബേൺ ചെയ്തു, അത് അറ്റ്മോസ്ഫിയറിക് ഉള്ള എയറുമായിട്ട് റിയാക്ട് ചെയ്തു, അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. ആരുണ്ടായി? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. ഓക്കെ അല്ലേ? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. ഓക്കെ അല്ലേ? ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ഈ ഉണ്ടായ മഗ്നീഷ്യം ഓക്സൈഡിനെ നമ്മൾ വാട്ടറിൽ എന്ത് ചെയ്യുന്നു? ഡിസോൾവ് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താണ്? ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ നമ്മൾ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത്തെ സ്റ്റെപ്പ് കിട്ടി, ഡിസോൾവ്. ആ ഒരു കീവേഡ് ആലോചിച്ച് വെച്ചാൽ മതി കേട്ടോ. കീവേഡ് ആലോചിക്കുക, ഡിസോൾവ്. വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചു. മൂന്നാമത്തെ ഇതാണ്, ഈ ഡിസോൾവ് ചെയ്ത ഈ വാട്ടറിലേക്ക് മഗ്നീഷ്യം ഓക്സൈഡിനെ ഡിസോൾവ് ചെയ്ത ഈ വാട്ടറിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്യാൻ പോവാണെന്ന് അറിയോ? ഒരു റെഡ് ലിറ്റ്മസ് പേപ്പർ ഇതുപോലെ ഇങ്ങനെ മുക്കാൻ പോവാ. എന്താ ചെയ്യാൻ പോവാ? റെഡ് ലിറ്റ്മസ് പേപ്പർ ഇങ്ങനെ മുക്കാൻ പോവാ. അതിന് മുന്നേ ടീച്ചർ ചോദിക്കട്ടെ, എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നേ? അറിയാവോ? എന്തിനു വേണ്ടിയിട്ടാ നമ്മൾ ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യുന്നേ? ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് അസിഡിക് ആണോ, ബേസിക് ആണോ, ആസിഡ് ആണോ, ആൽക്കലി ആണോ എന്നൊക്കെ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യാ? ലിറ്റ്മസ് പേപ്പർ യൂസ് ചെയ്യാ. സോ ഞാൻ ഈ ഒരു സൊല്യൂഷനിലേക്ക് എന്ത് മുക്കാൻ പോവാണ്? നമ്മുടെ റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? റെഡ് ലിറ്റ്മസ് പേപ്പർ എന്ത് കളറായിട്ട് മാറി? ബ്ലൂ കളറായിട്ട് മാറി. റെഡ് ലിറ്റ്മസ് എന്തായിട്ട് മാറി? ബ്ലൂ കളറായിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് അസിഡിക് ആയിരിക്കുമോ, ബേസിക് ആയിരിക്കുമോ? എന്തായിരിക്കും ആ ഒരു സൊല്യൂഷൻ? എന്തായിരിക്കും ആ ഒരു സൊല്യൂഷൻ? ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. എന്ത് സൊല്യൂഷൻ ആയിരിക്കും? ആ സൊല്യൂഷൻ ബേസിക് സൊല്യൂഷൻ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. സിമ്പിൾ അല്ലേ? അപ്പൊ ഒന്നും കൂടി പറയാം ട്ടാ. ബേണിംഗ് ഓഫ് മഗ്നീഷ്യം ഇൻ എയർ അല്ലേ നമ്മൾ പറഞ്ഞേ? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മുടേതായ രീതിയിൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു? മഗ്നീഷ്യത്തെ അറ്റ്മോസ്ഫറിക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യിച്ചു, അല്ലെങ്കിൽ അറ്റ്മോസ്ഫറിക് ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. അവിടെ എന്തുണ്ടായിടാ? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. അവിടെ എന്തുണ്ടായി? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞേ, ഈ മഗ്നീഷ്യം ഓക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്? വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞേ, ഈ ഡിസോൾവ് ചെയ്ത് ഈ വാട്ടറിലേക്ക് നമ്മൾ എന്ത് മുക്കുന്നു? റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്കുന്നു. അതിന്റെ കളർ മാറി. എന്തായിട്ട് മാറി? ബ്ലൂ കളർ ആയിട്ട് മാറി. സോ നമുക്ക് മനസ്സിലായി സൊല്യൂഷൻ എന്താടാ? ബേസിക് ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഒന്നും കൂടി നോക്കാം, വായിക്കാട്ടോ, ശ്രദ്ധിച്ച് കേൾക്കണം. When a clean magnesium ribbon is burned, it reacts with atmospheric oxygen and a white powder of magnesium oxide is produced. ഒരു white powder ആയിരിക്കും ഉണ്ടാവുക, മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായിന്ന് മനസ്സിലായി. ആ ഒരു ഇക്വേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. മഗ്നീഷ്യവും ഓക്സിജനും റിയാക്ട് ചെയ്ത് ആരുണ്ടായി? മഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. മൂന്നാമത്തെ കാര്യം, ഡിസോൾവ് ദിസ് മഗ്നീഷ്യം ഓക്സൈഡ് ഇൻ വാട്ടർ. ഈ ഡിസോൾവ് ചെയ്ത മഗ്നീഷ്യം ഓക്സൈഡിനെ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിക്കാം. Then dip a red litmus paper into the solution. ആ സൊല്യൂഷനിലേക്ക് റെഡ് ലിറ്റ്മസ് പേപ്പർ മുക്ക. The red litmus paper turns blue. എന്ത് കളറായിട്ട് മാറി? ബ്ലൂ കളറായിട്ട് മാറി. Shows that the solution is a basic. ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നേ? ആ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് മക്കളെ ബേസിക് സൊല്യൂഷൻ ആണ്. ഇതിൽ നിന്ന് നമുക്ക് സിംപ്ലി ഒരു കാര്യം പിടികിട്ടി. എന്താണ് നോക്കാം? സിംപ്ലി നമുക്കൊരു കാര്യം പിടികിട്ടി. അതാണ് ഞാൻ പറയാൻ പോകുന്നത്. മെറ്റൽ റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫറിക് എയർ. മെറ്റൽ അറ്റ്മോസ്ഫറിക് എയറുമായിട്ട് റിയാക്ട് ചെയ്താൽ യൂഷ്വലി പ്രൊഡ്യൂസ് മെറ്റൽ ഓക്സൈഡ്. ഇതാണ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആട്ടോ. അവിടെ എന്തുണ്ടാകും? മെറ്റലിന്റെ ഓക്സൈഡ് ഉണ്ടാകും. ഈ മെറ്റലിന്റെ ഓക്സൈഡിന് എന്ത് നേച്ചർ ആയിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളിപ്പോ പഠിച്ചത്. ഓക്കെ, മെറ്റല് അറ്റ്മോസ്ഫറിക് എയറിനായിട്ട് റിയാക്ട് ചെയ്താൽ മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകും. ഈ മെറ്റൽ ഓക്സൈഡിന് എന്ത് നേച്ചർ ആയിരിക്കും? ബേസിക് നേച്ചർ ആയിരിക്കും. ഇതാണ് മെറ്റലും അറ്റ്മോസ്ഫറിക് എയറും തമ്മിലുള്ള റിയാക്ഷൻ. ഇനി നമുക്ക് അടുത്തത് നോക്കാം. നോൺ മെറ്റൽ എന്തായിരിക്കും സംഭവിക്കാൻ നോക്കാം. സെയിം റീസൺ അല്ലെങ്കിൽ സെയിം കാര്യം തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കേട്ടോ. നോക്കിക്കോ. ഒന്നാമത്തത് ഒരു നോൺ മെറ്റൽ എടുത്തു, കാർബൺ എടുത്തു. ഇത് അറ്റ്മോസ്ഫറിക് എയറിനായിട്ട് റിയാക്ട് ചെയ്തിച്ചു. അവിടെ എന്തുണ്ടായി?
കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. CO2 അല്ലെങ്കിൽ ആരുണ്ടായി? കാർബൺ ഡയോക്സൈഡ് ഉണ്ടായി. ഈ കാർബൺ ഡയോക്സൈഡിലേക്ക് നേരത്തെ ചെയ്ത അതേ പ്രവർത്തനം എന്താണ്? ഈ കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ എന്ത് ചെയ്തു? വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചു. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോ എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? നമ്മുടെ കാർബൺ ഡയോക്സൈഡിനെ ഹൈ പ്രഷറിൽ വാട്ടറിൽ ഡിസോൾവ് ചെയ്യിച്ചാൽ നമുക്ക് കിട്ടുന്നതാണ് എന്ത്? സോഡ വാട്ടർ. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? സോഡ വാട്ടർ കിട്ടി. ഈ സോഡ വാട്ടറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ലിറ്റ്മസ് പേപ്പർ ഇങ്ങനെ മുക്കാണ്. ഈ സോഡ വാട്ടറിലേക്ക് നമ്മൾ ഒരു ലിറ്റ്മസ് പേപ്പർ മുക്കുമ്പോ എന്ത് ലിറ്റ്മസ് ആണ്? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കുന്നു. എന്ത് കാണും? അതാണ് ക്വസ്റ്റ്യൻ. എന്തായിരിക്കും കാണാ? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കി കഴിഞ്ഞാൽ അവിടെ എന്തായിരിക്കും കാണാ? നോക്കാം. ബ്ലൂ ലിറ്റ്മസ് പേപ്പർ മുക്കി അവിടെ എന്ത് കണ്ടു? അത് എന്ത് കളറായിട്ട് മാറിയടാ? റെഡ് കളറായിട്ട് മാറി അല്ലെ? ബ്ലൂ ലിറ്റ്മസ് പേപ്പർ ടേൺസ് ഇൻടു റെഡ്. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് പ്രത്യേക അല്ലെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാം, ബ്ലൂ ലിറ്റ്മസ് പേപ്പർ റെഡ് ആയിട്ട് മാറണമെങ്കിൽ ആ സൊല്യൂഷൻ എന്ന് പറയുന്നത് ബേസിക് ആയിരിക്കോ അസിഡിക് ആയിരിക്കോ? എന്ത് സൊല്യൂഷൻ ആയിരിക്കും? യെസ്, അതെന്തായിരിക്കും? അസിഡിക് സൊല്യൂഷൻ ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്കൊരു കാര്യം പിടികിട്ടി. മെറ്റലിന്റെ കേസില് മെറ്റല് ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് മെറ്റൽ ഓക്സൈഡ് ഉണ്ടായി. ഇനി മെറ്റൽ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ അത് എന്ത് നേച്ചറാ? ബേസിക് നേച്ചറാണ്. അതുപോലെ തന്നെ ഇവിടെയോ നോൺ മെറ്റല് അറ്റ്മോസ്ഫിയറിക് എയറിനായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ എന്തുണ്ടായി? നോൺ മെറ്റലിന്റെ ഓക്സൈഡ് ഉണ്ടായി. ഇനി ഈ നോൺ മെറ്റലിന്റെ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ അതിന് എന്ത് നേച്ചറാ? അസിഡിക് നേച്ചറാ. ക്ലിയർ അല്ലേ? അതാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ പഠിക്കാനായിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോവാം. കൊറോഷൻ ഓഫ് മെറ്റൽ, അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ ഇതിനെ ലോഹ നാശനം എന്ന് പറയും. ലോഹ നാശനം അല്ലെങ്കിൽ കൊറോഷൻ ഓഫ് മെറ്റൽ. ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോ പറഞ്ഞ കാര്യം തന്നെ. മെറ്റല് നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള മറ്റ് കമ്പോണൻസിനെ ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് പലതരത്തിലുള്ള കോമ്പൗണ്ടുകളായിട്ട് മാറും. ഓക്കെ ആണ്? ലോഹങ്ങള് നമ്മുടെ എയറിലുള്ള പല വിധത്തിലുള്ള കമ്പോണൻസിനെ ആയിട്ട് റിയാക്ട് ചെയ്ത് ലോഹ സംയുക്തങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ പലതരത്തിലുള്ള വേരിയസ് കോമ്പൗണ്ടുകളായിട്ട് മാറും. ആ ഒരു കാര്യത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊറോഷൻ ഓഫ് മെറ്റൽ എന്ന് വിളിക്കാം. നോക്കാം നമുക്ക്. ലോഹങ്ങൾ അന്തരീക്ഷ വായുവിലെ വിവിധ ഘടകങ്ങളുമായി രാസപ്രവർത്തനത്തിൽ ഏർപ്പെട്ട് സംയുക്തങ്ങളായിട്ട് മാറുന്നു. ഈ പ്രക്രിയയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലോഹനാശനം അല്ലെങ്കിൽ കൊറോഷൻ ഓഫ് മെറ്റൽ എന്ന് വിളിക്കാം. അതിന് ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അലൂമിനിയം. കുറെ നാൾ കഴിയുമ്പോൾ അലൂമിനിയം പാത്രങ്ങളൊക്കെ ഇല്ലേ, അത് ഇന്ന് വാങ്ങിച്ച് നാളെ അതിന്റെ നിറം മാറുന്നല്ല. കുറെ നാളുകൾ കഴിയുമ്പോൾ എന്ത് ചെയ്യും? അതിന്റെ ഷൈനിങ്, ആ ഒരു തിളക്കമൊക്കെ നഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും അല്ലെ? നമ്മൾ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്നതല്ലേ. അപ്പൊ കാരണം എന്താണ്? ഇത്രയേ ഉള്ളൂ, കൊറോഷൻ ഓഫ് മെറ്റൽ. അതാണ് അതിന്റെ കാരണം. ഓക്കെ ആണ്? അതെന്ത് ചെയ്യുന്നു? ആ ഒരു അലൂമിനിയം നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള പല വിധത്തിലുള്ള കമ്പോണൻസുമായിട്ട് റിയാക്ട് ചെയ്തു. പല വിധത്തിലുള്ള കമ്പോണൻസ് ആയിട്ട് റിയാക്ട് ചെയ്തിട്ട് പല കോമ്പൗണ്ടുകളായിട്ട് മാറും. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊറോഷൻ ഓഫ് മെറ്റൽ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയൺ അറിയാലോ എല്ലാവർക്കും. റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറഞ്ഞാൽ ഇരുമ്പ് തുരുമ്പിക്കുന്നതാണ് അല്ലെ? അപ്പൊ ഇവിടെ നടക്കുന്ന കേസ് എന്ത് തന്നെയാണ്? ഈ കൊറോഷൻ ഓഫ് മെറ്റൽ തന്നെയാണ്, അല്ലെങ്കിൽ ലോഹനാശനമാണ്. അങ്ങനെയാണെങ്കിൽ ഈ കൊറോഷൻ ഓഫ് മെറ്റൽ അല്ലെങ്കിൽ റസ്റ്റിംഗ് ഓഫ് അയണിനെ എഫക്ട് ചെയ്യുന്ന ഒരു ഫാക്ടേഴ്സ് നോക്കാം. ആസിഡ്, മോയിസ്ചർ ഈർപ്പം, ഓക്സിജൻ, സാൾട്ട്. ഇതൊക്കെയാണ് എന്തിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്? റസ്റ്റിംഗ് ഓഫ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് തുരുമ്പിക്കാനായിട്ടുള്ള കാരണങ്ങൾ ഇതൊക്കെയാണ്. ആസിഡ്, മോയിസ്ചർ, ഓക്സിജൻ, സാൾട്ട്. ഓക്കെ അല്ലേ? നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. റീസൺ ഫോർ കീപ്പിംഗ് സോഡിയം ആൻഡ് പൊട്ടാഷ്യം ഇൻ കെറോസിൻ. സോഡിയവും പൊട്ടാഷ്യത്തെയും കുറിച്ച് നമ്മൾ എന്തൊക്കെയോ കാര്യങ്ങൾ പഠിച്ചു അല്ലെ? എന്തായിരുന്നു ആ കാര്യങ്ങള്? സോഡിയവും പൊട്ടാഷ്യം എന്ത് ചെയ്യും? ഹൈലി റിയാക്ട് ചെയ്യും നമ്മൾ പഠിച്ചില്ലേ? അതുകൊണ്ട് തന്നെ നമ്മൾ ഇവരെ എന്തിൽ വെക്കും? കെറോസിനിലാണ് വെക്കാറ്. അപ്പൊ എന്തുകൊണ്ടാണ്? അതിന്റെ റീസൺ ആണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഉത്തരം നമുക്കറിയാം അല്ലെ? നോക്കിയേ, ദിസ് റിയാക്റ്റീവ് മെറ്റൽസ്, ഈ റിയാക്റ്റീവ് മെറ്റൽസ് റിയാക്ട് വിത്ത് അറ്റ്മോസ്ഫിയറിക് എയർ ഫാസ്റ്റ്. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? അറ്റ്മോസ്ഫിയറിക് എയറുമായിട്ട് റിയാക്ട് ചെയ്ത് അവിടെ എന്താകൂടാ? കൊറോഷൻ സംഭവിക്കും, അല്ലെങ്കിൽ ലോഹനാശനം സംഭവിക്കും. അതുകൊണ്ട് ആ എയറിനായിട്ടും വാട്ടറിനായിട്ടും ആ ഒരു റിയാക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു റിയാക്ഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇവരെ എടുത്ത്
കെറോസിനിൽ വെക്കുന്നത്. They are kept in kerosene to avoid contact with air and water. എയറുമായിട്ടും വാട്ടറുമായിട്ടുമുള്ള ആ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആ ഒരു കോണ്ടാക്ട് കുറയ്ക്കാൻ അല്ലെങ്കിൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ സോഡിയത്തെയും പൊട്ടാഷ്യത്തിനെയും കൊണ്ടുവന്ന് കെറോസിനിൽ ഇടുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കുക. കാരണം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് അപ്ലിക്കേഷൻ ലെവൽ ആയതുകൊണ്ട് ചോദിക്കും. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ. പ്രിവെൻഷൻ ഓഫ് റസ്റ്റിംഗ് ഓഫ് അയൺ. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, വീടുകളിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇരുമ്പ് തുരുമ്പിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും? ബൈ കോട്ടിംഗ് വിത്ത് ഓയിൽ ആൻഡ് ഗ്രീസ് അല്ലെ. സൈക്കിളൊക്കെ നമ്മൾ ഓയിൽ ചെയ്ത് കൊടുക്കാറില്ല. അതുപോലെ ഇരുമ്പ് പോലെയുള്ള അല്ലെങ്കിൽ അയൺ മെഷീൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഓയിൽ ചെയ്യാറില്ലേ? കാരണം എന്താണ്? ആ ഒരു റസ്റ്റിംഗ് തടയാൻ വേണ്ടിയിട്ടാണ് അല്ലെ, ആ ഒരു തുരുമ്പിക്കൽ തടയാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യാ? പെയിന്റിങ്ങും കൂടി ചെയ്യാം. ഓക്കെ, ഇതൊക്കെ ഒന്ന് വായിച്ച് വെച്ചാൽ മതി കേട്ടോ, കിട്ടും. ഇനി ലാസ്റ്റ് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് ഭാഗത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു കാര്യമാണ് അലോയ്സ്. എന്താ പഠിക്കുക? അലോയ്സ്. ഇത്രേ ഉള്ളൂ. മെറ്റൽസ് അതർ മെറ്റൽസിനെ ആയിട്ടോ നോൺ മെറ്റൽസിനെ ആയിട്ടോ കമ്പൈൻ ചെയ്ത്, മെറ്റൽസ് മറ്റു മെറ്റലുകളെ ആയിട്ടോ മറ്റു ലോഹങ്ങളെ ആയിട്ടോ അല്ലെങ്കിൽ നോൺ മെറ്റൽ അലോഹങ്ങളെ ആയിട്ടോ കമ്പൈൻ ചെയ്തുണ്ടാകുന്നതാണെന്ത്? അലോയ്സ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡൺ ടു ഒബ്റ്റെയിൻ മെറ്റീരിയൽ വിത്ത് ഡിസൈറബിൾ പ്രോപ്പർട്ടീസ് ആൻഡ് ടു റെസിസ്റ്റ് കൊറോഷൻ. ഇതിന് എന്തിനെ ഹെൽപ്പ് ചെയ്യും? റെസിസ്റ്റ് കൊറോഷൻ കുറയ്ക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എ വെരി സ്മോൾ എമൗണ്ട് ഓഫ് നോൺ മെറ്റൽ ലൈക്ക് കാർബൺ, ഫോസ്ഫറസ്, ഇതിനെയും കൂടി നമ്മൾ എന്ത് ഉപയോഗിക്കാറുണ്ട്? അലോയ്സ് ആയിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതിന് എക്സാമ്പിൾ വരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽസ്, ബ്രാസ്, ബ്രോൺസ്, ഇതൊക്കെ എന്താണ്? അലോയ്സിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അപ്പൊ അലോയ്സ് എന്ന് പറഞ്ഞാല് മെറ്റല് മറ്റു മെറ്റലുകളെ ആയിട്ടോ അല്ലെങ്കിൽ നോൺ മെറ്റലുകളെ ആയിട്ടോ കമ്പയർ ചെയ്ത് എന്തുണ്ടാകും? അലോയ്സ് ആയിട്ട് മാറും. ഓക്കെ അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. അപ്പൊ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കാം, ഓരോ പോയിന്റുകളായിട്ട് പഠിക്കാം. ഓക്കെ അല്ലേ? അപ്പൊ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, കൃത്യമായിട്ട് പഠിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.